യു പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഇർഷാദിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ജില്ലാ കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. യു പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഇർഷാദിനെതിരെ കേസെടുക്കാൻ ഇപ്പോൾ ജില്ലാ കളക്ടർ പോലീസ് നിർദ്ദേശം നൽകിയെന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇത് കളക്ടറോട് റിപ്പോർട്ട് തേടുകയായിരുന്നു. കളക്ടർ ഇപ്പോൾ പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. പോലീസിലും പ്രതിഭ ഇതിനകം പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കേസെടുക്കുന്ന നടപടികളിലേക്ക് കടക്കുകയാണ് എന്ന് കരുതാമല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെ കരുതണം സ്മൃതി. വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു നിർദ്ദേശത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഈ വിവാദം എന്നുള്ളതാണ് ഇപ്പോൾ ഈ നിർദ്ദേശത്തിന്റെ ഭാഗമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറാണ്, ജില്ലാ കളക്ടറുടെ ഓഫീസാണ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി കേസെടുക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ സ്മൃതി പറഞ്ഞതുപോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇത് സംബന്ധിച്ച് അടിയന്തരമായൊരു നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ ഒരു യോഗം ചേർന്നു. ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഒപ്പം തന്നെ വാർത്തകൾ ഒക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുകൂടി ഇപ്പോൾ പറഞ്ഞു വെക്കുകയാണ്. വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുക്കണം എന്നുള്ള നിർദ്ദേശമാണ് പോലീസിനുള്ളത്. സ്ത്രീകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തൽ, തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അടിസ്ഥാനരഹിതമായ പ്രസ്താവന നടത്തൽ, തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള തെറ്റായ പ്രസ്താവന നടത്തൽ, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ പോലീസിന് നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ പരാതിയായി ഈ വിഷയം പല വിധത്തിൽ പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ട്. യു പ്രതിഭ തന്നെ വ്യക്തിപരമായി പോലീസിന് പരാതി നൽകിയിരുന്നു. ഇതിന് പുറമെ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കായംകുളം ഏരിയ കമ്മിറ്റി ഒരു പരാതി കായംകുളം പോലീസിന് നൽകിയിരുന്നു. ഏതായാലും ഇർഷാദിനെതിരെ നടപടി വരുന്നു. പോലീസിന്റെ നിയമ നടപടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഉടനെ തന്നെ പോലീസ് കേസെടുക്കും എന്ന നിലയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കായംകുളത്ത് വെച്ച് കഴിഞ്ഞ ദിവസം നടന്ന UDF കൺവെൻഷനിലാണ് അഴക് കൊണ്ട് ശരീരത്തിന്റെ അഴക് വിൽപ്പന ചരക്കാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് യു പ്രതിഭ എന്ന രൂപത്തിലുള്ള പ്രതികരണം, അധിക്ഷേപം ലീഗ് നേതാവ്, ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് ഇർഷാദ് നടത്തിയത്. അതിൽ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും നടക്കുകയാണ്. അതിനൊപ്പമാണ് നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് സംഭവിച്ചത് എന്ന് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിലുണ്ട്. വിലയിരുത്തൽ അങ്ങനെയാണെന്ന് യോഗം ചേർന്നപ്പോൾ ജില്ലാ കളക്ടർ യോഗത്തിൽ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് നടപടി സ്വീകരിക്കാനുള്ള അടിയന്തര നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്മൃതി, ശരി, കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. അതിൽ പാലോട് ഈ വിഷയം CPM ശക്തമായി ഏറ്റെടുക്കുകയും അത് സജീവമായി നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ കോൺഗ്രസിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. ഇതിൽ എല്ലാ തരത്തിലും ഇതിൽ അപലപിക്കുക മാത്രമല്ല വളരെ വേഗം നടപടിയെടുത്ത ലീഗിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് എന്ന് കൂടിയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതേസമയം CPM സർക്കാർ നടപടിയെടുക്കാത്ത സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ എണ്ണി അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു തിരഞ്ഞെടുപ്പ് വിഷയമായി കായംകുളത്ത് ഉയരുന്നു. ഇത് സജീവമായി ഇനി ആകെ 14 ദിവസമേ ഉള്ളൂ. ഇത് നിലനിർത്തുക എന്ന് തന്നെയാണ് CPM ഉദ്ദേശിക്കുന്നത് അല്ലേ? ഉറപ്പായും ഇത് സജീവമാക്കി തെരഞ്ഞെടുപ്പ് വിഷയമാക്കി നിർത്തുക എന്നുള്ളത് തന്നെയാണ് CPM കാണുന്നത്, LDF കാണുന്നത്. അതിന്റെ ഭാഗമായാണ് വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് എന്നുകൂടി വിലയിരുത്തേണ്ടി വരും. കാരണം കായംകുളത്തെ സ്ത്രീ പ്രവർത്തകർ, LDFന്റെ ഇടതുപക്ഷത്തിന്റെ വനിതാ പ്രവർത്തകർ ഇന്ന് ഒരു മാർച്ച് നടത്തിയിരുന്നു. അടുത്ത ദിവസങ്ങളിലും വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനമാണ്. കായംകുളത്ത് മാത്രമല്ല, സംസ്ഥാന വ്യാപകമായി ഒരു UDF നേതാവ് ഈ രൂപത്തിൽ പ്രധാനപ്പെട്ട CPMന്റെ ഒരു MLA, അത് വനിതാ MLA അധിക്ഷേപിച്ചു എന്ന രൂപത്തിൽ വിമർശനം കടുപ്പിക്കാൻ, പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനമാണ്. അത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്താനുള്ള നീക്കമാണ് LDFന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. അതേസമയം ലീഗ് നടപടിയെടുത്തില്ലേ എന്ന ചോദ്യമാണ്, അത് ഉപയോഗിച്ച് പ്രതിരോധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം എന്നുകൂടി വിലയിരുത്താം. സ്മൃതി, ഏതായാലും വിഷയം തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന തലത്തിൽ തന്നെ വലിയ തോതിൽ ചർച്ചയാകുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ച. ഇന്നലെയും ഇന്നുമായി നേതാക്കൾ മുഴുവൻ പ്രതികരിക്കുന്നു. മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുന്നു. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വരുന്നു. ഏതായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. കേസെടുക്കാനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകുന്നു. ജില്ലാ കളക്ടർ വരണാധികാരി നേരത്തെ പരാതി നൽകിയിരുന്നതാണ്.
പല രൂപത്തിലുള്ള പരാതികൾ വന്നതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശം ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് വരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള രത്തൻ ഖേൽക്കർ സ്വമേധയാണ് ഈ കാര്യത്തിൽ പരാതിയായി കാര്യങ്ങൾ കാണുകയും കേസായി എടുക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ജില്ലാ കളക്ടർക്ക് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശം ഇന്ന് നൽകുകയും ചെയ്തത്. അതിന് പിന്നാലെ ജില്ലാ കളക്ടർ യോഗം ചേരുന്നു, വാർത്തകൾ പരിശോധിക്കുന്നു, വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. അത് മാതൃകാ പെരുമാറ്റ ചട്ട ലംഘനമാണ് എന്ന് കണ്ടെത്തുന്നു. അതിനുശേഷം കൃത്യമായ നടപടിയെടുക്കാൻ പോലീസിന് കേസെടുക്കാനുള്ള നിർദ്ദേശം കായംകുളം പോലീസിന് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ചെറിയ കേസുകളല്ല, അടിസ്ഥാനരഹിതമായ പ്രസ്താവന നടത്തി അപകീർത്തിപ്പെടുത്തി, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ ചുമത്തണമെന്ന നിർദ്ദേശം കൂടി പോലീസിന് നൽകിയിരിക്കുന്നു. അടുത്ത മണിക്കൂറുകളിൽ ഉടൻ തന്നെ പോലീസ് കേസെടുക്കാനുള്ള നീക്കത്തിലേക്ക് പോകും. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.